എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ അടിത്തറ നട്ടെല്ലായിട്ടുള്ള രാഗം 72 മേളകർത്ത പദ്ധതി അല്ലെങ്കിൽ 72 മേളകർത്താസ് എന്ന് പറയും. 72 മേളകർത്ത സ്കീം അതാണ്. അപ്പം നമ്മൾ രാഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കർണാട്ടിക് മ്യൂസിക്കിൽ രാഗമില്ലെങ്കിൽ നമ്മുടെ സംഗീതമേ ഇല്ല എന്നുള്ളതാണ്. അപ്പം 72 മേളകർത്ത രാഗങ്ങളാണ് നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിലുള്ളത്. മേളകർത്ത രാഗങ്ങളെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ രാഗങ്ങൾ, ജനകരാഗങ്ങൾ, പേരൻ്റ് രാഗങ്ങൾ, മദർ രാഗങ്ങൾ എന്നൊക്കെ പറയും. അപ്പം ഈ മേളകർത്ത സ്കീം നമുക്ക് നമ്മുടെ സംഗീതത്തിന് സമ്മാനിച്ചത് വെങ്കിടമഖി എന്ന് പറയുന്ന മ്യൂസിക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തെയാണ് 72 മേളകർത്ത പദ്ധതിയുടെ ഉപജ്ഞാതാവായിട്ട് പറയപ്പെടുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ ആ 72 മേളകർത്താസിൽ അസമ്പൂർണ്ണ രാഗങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അത് ഗോവിന്ദാചാര്യ എന്ന അദ്ദേഹം കൂടി അത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് അത് ക്ലാസിഫൈ ചെയ്തത് ഗോവിന്ദാചാര്യ ആണെന്ന് പറയപ്പെടുന്നു. എങ്കിലും നമ്മൾ വെങ്കിടമഖിയെ ആണ് 72 മേളകർത്ത സ്കീമിൻ്റെ ഉപജ്ഞാതാവായിട്ട് പറയപ്പെടുന്നത്. മേളകർത്ത രാഗങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഈ 1 മുതൽ 72 വരെയുള്ള അതായത് കനകാംഗിയിൽ തുടങ്ങി രസികപ്രിയയിൽ അവസാനിക്കുന്ന ഈ 72 മേളകർത്ത രാഗങ്ങളുടെ പ്രത്യേകതകൾ ഒന്ന് നോക്കാം നമുക്ക്. അപ്പം മേളകർത്ത രാഗങ്ങൾ എന്ന് പറയണമെങ്കിൽ ഒരു 3-4 പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ മേളകർത്ത രാഗങ്ങൾ എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ആകെയുള്ളത് 72 മേളകർത്ത രാഗങ്ങളാണ്. അത് കൗണ്ടബിളായിട്ടുള്ളത് അല്ലാതെ അൺകൗണ്ടബിളായിട്ട് നമുക്ക് ജന്യരാഗങ്ങൾ നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൽ കാണാൻ സാധിക്കും. മേളകർത്ത രാഗങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 7 സ്വരങ്ങൾ ഉണ്ടായിരിക്കണം ആരോഹണത്തിലും അവരോഹണത്തിലും എന്നുള്ളതാണ്. ആരോഹണത്തിലും അവരോഹണത്തിലും എല്ലാ സ്വരങ്ങളും ഉണ്ടായിരിക്കണം. സരിഗമ പദനി സനിധപ മഗരി, ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്നീ സ്വരങ്ങൾ ആരോഹണത്തിലും അവരോഹണത്തിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രമ ആരോഹണ അവരോഹണ ആയിരിക്കണം. ക്രമസമ്പൂർണ്ണ ആരോഹണ അവരോഹണം ക്രമമായിരിക്കണം. അതായത് നമ്മൾക്കിപ്പം സ്വരങ്ങൾ 7 ഉണ്ടെങ്കിലും അത് പറയുന്നതിൻ്റെ രീതി, ഷഡ്ജം കഴിഞ്ഞാൽ അടുത്തത് ഋഷഭമാണ്, ഋഷഭം കഴിഞ്ഞാൽ ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം, തിരികെ വരുന്നത് നിഷാദം, ധൈവതം, പഞ്ചമം, മധ്യമം, ഗാന്ധാരം, ഋഷഭം, ഷഡ്ജം. അപ്പം ആരോഹണത്തിൽ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അവരോഹണം വരുന്നത്. അപ്പം ഈ ഒരു തരത്തിലായിരിക്കണം സ്വരങ്ങൾ വരേണ്ടത് ഒരു മേളകർത്ത രാഗത്തിൽ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ മേളകർത്ത രാഗം എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത അതാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അഷ്ടക ക്യാരക്ടർ എന്ന് പറയും. അഷ്ടകം എന്ന് വെച്ചാൽ 8. നമ്മൾ ഒരു സമ്പൂർണ്ണ രാഗം പാടുമ്പോൾ അല്ലെങ്കിൽ ഒരു മേളകർത്ത രാഗം പാടുമ്പോൾ സരിഗമ പദനിസ സനിധപ മഗരിസ മധ്യസ്ഥായി ഷഡ്ജത്തിൽ തുടങ്ങി അതിൽ തുടങ്ങിയിട്ട് മേളത്തെ താരസ്ഥായി ഷഡ്ജത്തിൽ എൻഡ് ചെയ്യും ആരോഹണം. അങ്ങനെയല്ലേ വരാറ്. അതാണ് അതിൻ്റെ അഷ്ടക ക്യാരക്ടർ എന്ന് പറയുന്നത്. സരി ഗമ പദ നീസ. അപ്പോൾ 8 സ്വരങ്ങളാവുന്നു അഷ്ടകം. തിരികെ താരസ്ഥായി ഷഡ്ജത്തിൽ തുടങ്ങി മധ്യസ്ഥായി ഷഡ്ജത്തിൽ എൻഡ് ചെയ്യും. ഇതാണ് സമ്പൂർണ്ണ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ വരുന്നത്. ആ ഒരു ക്യാരക്ടർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മേളകർത്ത രാഗത്തിൽ ഉൾപ്പെടുത്തത്തുള്ളൂ. ഇനി ഒരു പ്രത്യേകത കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മേളകർത്ത രാഗം എന്ന് പറയാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആരോഹണത്തിൽ ഏത് സ്വരമാണോ വരുന്നത് അതേ സ്വരം തന്നെ അവരോഹണത്തിലും വരണം. അതായത് ഇപ്പം നമുക്ക് മാറ്റമില്ലാത്ത സ്വരങ്ങൾ എന്ന് പറയുന്നത് ഷഡ്ജവും പഞ്ചമവും ആണ്. അചല സ്വരങ്ങൾ എന്ന് പറയും. ചേഞ്ച് ഇല്ല അതിന്. ഋഷഭത്തിനും ഗാന്ധാരത്തിനും മധ്യമത്തിനും ധൈവതത്തിനും നിഷാദത്തിനും ചേഞ്ചസ് വരുന്നുണ്ട്. രാഗങ്ങൾ തോറും
അതിന് സ്വരങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം ഋഷഭത്തിന് തന്നെ 3 വ്യത്യസ്ത ഋഷഭങ്ങൾ നമുക്ക് ഗാന്ധാരം, ശുദ്ധ ഗാന്ധാരം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം. മധ്യമമാണെങ്കിൽ 2 വെറൈറ്റി മധ്യമത്തിന്, ശുദ്ധമധ്യമം, പ്രതിമധ്യമം. ധൈവതം അതുപോലെ തന്നെ 3 വ്യത്യസ്ത ധൈവതങ്ങളുണ്ട്. നിഷാദവും 3 വ്യത്യസ്ത നിഷാദങ്ങൾ. അപ്പം ഈ വ്യത്യസ്തത വരുന്നത് ആരോഹണത്തിൽ ഏത് ഗാന്ധാരമാണോ വരുന്നത്, അല്ലെങ്കിൽ ആരോഹണത്തിൽ ഏത് ഋഷഭമാണോ വരുന്നത്, അതേ ഋഷഭം തന്നെ ആയിരിക്കണം അവരോഹണത്തിലും വരേണ്ടത്, അല്ലെങ്കിൽ അതേ ഗാന്ധാരം തന്നെ ആയിരിക്കണം അവരോഹണത്തിലും വരേണ്ടത്. അപ്പം സ സ ടി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഇത് ശങ്കരാഭരണം. ശങ്കരാഭരണത്തില് ഋഷഭം, ചതുശ്രീ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രീ ദേവതം, കാകളി നിഷാദം, ഇതേ സ്വരങ്ങൾ തന്നെയാണ് അവരോഹണത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഭൈരവി എന്നൊരു രാഗമുണ്ട്. ഭൈരവി വളരെ പോപ്പുലർ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഗമക സമ്പൂർണമായിട്ടുള്ള ഒരു രാഗമാണ് ഭൈരവി. ഭൈരവി നോക്കുകയാണെങ്കിൽ ആരോഹണത്തിൽ ഈ പറഞ്ഞ നമ്മൾ ഈ 4ാമത്തെ ക്യാരക്ടർ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ സ്വഭാവ സവിശേഷതകളും ഭൈരവിയിൽ കാണാൻ പറ്റും. ആരോഹണത്തിലും അവരോഹണത്തിലും എല്ലാ സ്വരങ്ങളും ഉണ്ട്. 7 സ്വരങ്ങളും കാണാൻ സാധിക്കും. അഷ്ടക ക്യാരക്ടറുണ്ട്. പിന്നെ എന്താണ്, ക്രമ ആരോഹണ അവരോഹണ സമ്പൂർണമാണ്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ ആരോഹണത്തിലും അവരോഹണത്തിലും ഒരേ സ്വരങ്ങൾ വേണമെന്ന പ്രത്യേകത ഭൈരവിക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. ആരോഹണത്തിൽ ചതുശ്രുതി ദൈവതവും അവരോഹണത്തിൽ ശുദ്ധ ദൈവതവുമാണ് ഭൈരവിക്ക് വരുന്നത്. സറ്റി ഗ മ പ ധ നി സ സ നി ധ പ. ആരോഹണത്തിൽ പദ ചതുശ്രുതി ദൈവതം പ ധ നി സ സ നി ധ പ ധ പ. ശുദ്ധ ദൈവതം സ നി ധ പ മ ഗ രി സ. അതാണ്. അപ്പം ആരോഹണത്തിൽ ചതുശ്രീ ദൈവതവും അവരോഹണത്തിൽ ശുദ്ധ ദൈവതവും വന്നതുകൊണ്ട് അതിനെ നമ്മൾ ജന്യരാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 20ാമത്തെ മേളകർത്ത രാഗമായ നടഭൈരവിയുടെ ജന്യരാഗമാണ് ഭൈരവി. അപ്പം മേളകർത്ത രാഗങ്ങളുടെ പ്രത്യേകതകൾ ഇത്രയുമാണ്. ഇത്രയും പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ മേളകർത്ത രാഗങ്ങളെന്ന് പറയത്തുള്ളൂ. ഇനി ഈ 72 മേളകർത്ത രാഗങ്ങളെ, കനകാംഗിയിൽ തുടങ്ങി രസികപ്രിയയിൽ എൻഡ് ചെയ്യുന്ന 72 മേളകർത്ത രാഗങ്ങളെ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ 1 മുതൽ 36 വരെ, കനകാംഗി മുതൽ ചലനാട്ട് വരെയുള്ള 36 രാഗങ്ങളെ ശുദ്ധ മധ്യമ രാഗങ്ങൾ എന്നാണ് പറയുന്നത്. 36 വരെയുള്ള രാഗങ്ങൾ ശുദ്ധ മധ്യമ രാഗങ്ങൾ. അത് പൂർവമേളം എന്ന് പറയും. പൂർവമേളം. 37 മുതൽ സാലകം എന്ന് പറയുന്ന രാഗം മുതൽ 72 രസികപ്രിയ വരെ പ്രതിമധ്യമ രാഗങ്ങളാണ്. അതിനെ നമ്മൾ ഉത്തരമേളം എന്ന് പറയും. അപ്പം 1 മുതൽ 36 വരെയുള്ള ശുദ്ധമധ്യമ രാഗങ്ങളെ പൂർവമേളങ്ങൾ എന്നും 37 മുതൽ 72 വരെയുള്ള പ്രതിമധ്യമ രാഗങ്ങളെ ഉത്തരമേളങ്ങൾ എന്നും നമ്മൾ വിളിക്കുന്നു. ഈ 72 രാഗങ്ങളെ വീണ്ടും ടേബിൾ ചെയ്തിരിക്കുന്നു. എന്താണ്, ഓരോ ചക്രങ്ങളായി തിരിച്ചിരിക്കുകയാണ്. അതിന് ചക്രങ്ങൾ എന്ന് പറയും. ടേബിൾ ചെയ്തിരിക്കുകയാണ്. അതിനെ ചക്രങ്ങൾ എന്നാണ് പറയുന്നത്. 72 രാഗങ്ങളെ 12 ചക്രങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പം 72 ഡിവൈഡഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 6. അപ്പം 6 രാഗങ്ങളുള്ള 12 ചക്രങ്ങളാണ് 72 രാഗങ്ങളെ അങ്ങനെ തിരിച്ചിരിക്കുകയാണ്. 6 രാഗങ്ങൾ വീതമുള്ള 12 ചക്രങ്ങൾ. അപ്പം നമുക്ക് ഈ 72 മേളകർത്ത സ്കീം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലൂടെ ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണിത്. അത് പതിയെ പതിയെ നമുക്ക് കാണാൻ സാധിക്കും അത്. അപ്പം ഈ 6 രാഗങ്ങൾ വീതമുള്ള 12 ചക്രങ്ങളെ ഓരോ പേരിലുമാണ് അറിയപ്പെടുന്നത്. 12 ചക്രങ്ങൾക്കും ഓരോ പേര് കൊടുത്തിരിക്കുന്നു. ഈ പേര് കൊടുത്തത് അതിൻ്റെ ക്രമസംഖ്യ അനുസരിച്ച് പേര് കൊടുത്തേക്കുന്നതും ഒരു അത് ഒരു കണക്കിനനുസരിച്ചാണ്. അതായത് 1ാമത്തെ ചക്രം എന്ന് പറയുന്നത് ഇന്ദു. 1ാമത്തെ ചക്രത്തിൻ്റെ പേര് ഇന്ദു. 2 നേത്ര, 3 അഗ്നി, 4 വേദ, 5 ബാണ, 6 ഋതു,
ഋഷി, വസു, ബ്രഹ്മ, ദിശി, രുദ്ര, ആദിത്യ. ഇങ്ങനെയാണ് 12 ചക്രങ്ങൾക്ക് പേര് കൊടുത്തേക്കുന്നത്. ഹിന്ദു, നേത്ര, അഗ്നി, വേദ, ബാണ, ഋതു, ഋഷി, വസു, ബ്രഹ്മ, ദിശി, രുദ്ര, ആദിത്യ. അപ്പൊ ഈ 12 പേര് കൊടുക്കുന്നതിന്റെ ആ ഒരു കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ചക്രം ഹിന്ദു. ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദു മൂൺ, ചന്ദ്രൻ എന്നുള്ളതാണ്. നമ്മുടെ അമ്പിളിയമ്മാവൻ. ഭൂമിക്ക് ഒരു ചന്ദ്രനല്ലേ ഉള്ളൂ. അപ്പം ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒന്നാമത്തെ ചക്രം ഒരു ചന്ദ്രൻ എന്നുള്ള അർത്ഥത്തിലാണ്, ഒരു മൂൺ എന്നുള്ള അർത്ഥത്തിലാണ് ഒന്നാമത്തെ ചക്രത്തിന് ഹിന്ദു എന്ന് പേര് കൊടുത്തത്. രണ്ടാമത്തെ ചക്രം നേത്ര ജീവജാലങ്ങൾക്കെല്ലാം 2 കണ്ണ് എന്നുള്ള മീനിങ്ങിലാണ് നേത്രം എന്ന് വെച്ചാൽ കണ്ണ്, ഐസ്. അപ്പം രണ്ടാമത്തെ ചക്രത്തിന് നേത്ര എന്ന് പേര് കൊടുത്തത്. മൂന്നാമത്തെ ചക്രം അഗ്നി. ഇപ്പം ദിവ്യാഗ്നികൾ 3 എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരുകൾ ദക്ഷിണ, ആവഹനീയ, ഗാർഹപത്യ. അങ്ങനെയാണ് ദിവ്യാഗ്നികൾ 3 വരുന്നത്. നാലാമത്തെ ചക്രത്തിന് വേദ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 4 വേദങ്ങൾ. 5ാമത്തെ ചക്രത്തിന് ബാണ എന്നാണ് പേര് കൊടുത്തത്. ബാണ, പഞ്ചബാണം, 5 ബാണങ്ങൾ എന്ന അർത്ഥത്തിലാണ് 5ാമത്തെ ചക്രത്തിന് ബാണം എന്ന് പേര് കൊടുത്തത്. അപ്പം 5 ബാണങ്ങൾ, അരവിന്ദം, അശോകം, ചൂതം, അങ്ങനെ പോകുന്ന 5 പൂക്കളുടെ പേരുകളാണ് 5 ബാണങ്ങൾ എന്ന് പറയുന്നത്. 6ാമത്തെ ചക്രം എന്ന് പറയുന്നത് നമുക്ക് 6 ഋതുക്കൾ, 6 സീസൺസ് എന്നുള്ള അർത്ഥത്തിലാണ് 6ാമത്തെ ചക്രത്തിന് ഋതു എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? വസന്തം, ഗ്രീഷ്മം, ശിശിരം, ഹേമന്തം, ശരത്ത്, വർഷം, അങ്ങനെ 6. 7ാമത്തെ ചക്രം ഋഷിമാർ എന്നാണ് പറയുന്നത്. ദുർവാസാവ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. ആ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എനിക്ക് ബൈഹാർട്ടല്ല. ഋഷി. 8ാമത്തെ ചക്രത്തിൻ്റെ പേര് വസു എന്നാണ്. വസു. അപ്പോൾ വസുക്കൾ 8 എന്നാണ് പറയപ്പെടുന്നത്. 8 വസുക്കൾ. 9ാമത്തെ ചക്രം ബ്രഹ്മ എന്നാണ്. ബ്രഹ്മാക്കൾ 9 എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് 9ാമത്തെ ചക്രത്തിന് ബ്രഹ്മ എന്ന് പേരിട്ട്. 10ാമത്തെ ചക്രം ദിശി. ദിശി എന്ന് പറഞ്ഞാൽ ദിക്കില്ലേ? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്. അപ്പം 8 ആയുള്ളൂ. ആകാശത്തെ ഒരു ദിക്കായിട്ട് കാണുന്നു, പാതാളം ഒരു ദിക്ക്. അങ്ങനെ 10 ദിക്കുകൾ. അത് ദിശി എന്ന് പേര് വന്നു. 11ാമത്തെ ചക്രം രുദ്രന്മാർ 11 എന്നാണ് പറയുന്നത്. അങ്ങനെ 11ാമത്തെ ചക്രത്തിന് രുദ്ര എന്ന് പേര് വന്നു. 12ാമത്തെ ചക്രം ആദിത്യ. സൂര്യൻ്റെ 12 പേരുകൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് 12ാമത്തെ ചക്രത്തിന് ആദിത്യ എന്ന് പേര് വന്നു. അർക്ക, സൂര്യ, ദിവാകര, കോക, അങ്ങനെ 12 പേരുകൾ ഉണ്ട് സൂര്യന്. അപ്പം അങ്ങനെയാണ് ഈ 12 ചക്രങ്ങൾക്ക് ഈ പേര് കൊടുത്തിരിക്കുന്നത്. ഹിന്ദു, നേത്ര, അഗ്നി, വേദ, ബാണ, ഋതു, ഋഷി, വസു, ബ്രഹ്മ, ദിശി, രുദ്ര, ആദിത്യ. അപ്പം ഈ ഓരോ ചക്രത്തിലും 6 രാഗങ്ങൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അതിലും കണക്കുകൾ ചെയ്തിട്ടാണ്, നോക്കിയിട്ടാണ്. അപ്പം അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നോക്കാം. 1ാമത്തെ ചക്രത്തിൽ കനകാംഗി, രത്നാംഗി, ഗാനമൂർത്തി, വനസ്പതി, മാനവതി, താനരൂപി. 1ാമത്തെ ചക്രം 6 രാഗങ്ങൾ. അടുത്തത് 2ാമത്തെ ചക്രത്തിൽ വരുന്നത് സേനാവതി, ഹനുമത്തോടി, ധേനുക, നാടകപ്രിയ, കോകിലപ്രിയ, രൂപവതി, അങ്ങനെ ഓരോ ചക്രത്തിലും 6 രാഗങ്ങൾ. അപ്പം ഈ രാഗങ്ങളിൽ കൊടുത്തേക്കുന്ന സ്വരങ്ങൾ ഇതെല്ലാം ഒരു കണക്കും ഇതിന് കൊടുത്തിട്ടുള്ള പേരുകളും എല്ലാം ഒരു മാത്തമാറ്റിക്സുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഈ ഒരു സ്കീം നമുക്ക് വേണ്ടി പിങ്കിട്ടമാക്കി തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അടുത്ത ഒരു വീഡിയോയിൽ നോക്കാം. താങ്ക് യു.